ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിൽ ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികുംഭം പോലെ മുസ്ലിം സമൂഹം അത് കെട്ടിപ്പിടിച്ചു വെക്കുന്നൊന്നുമില്ല. ഇവിടെ പ്രളയം ഉണ്ടായല്ലോ. ഇവിടെ പ്രളയം ഉണ്ടായപ്പോ ഞങ്ങളുടെ പള്ളി വഖഫ് ഭൂമികൾ ഞങ്ങൾ തുറന്നുകൊടുത്തു. ഇവിടെ മുസ്ലിമുകൾക്ക് കയറി താമസിക്കാൻ. ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദ്രസകൾ, ചെരുപ്പൂരിയിട്ട് മാത്രം അവർ കയറുന്ന മദ്രസകളെ അമുസ്ലിം വീടുകളിൽ വളർത്തുന്ന നായകളെ കെട്ടുവാനും പശുവിനെ കെട്ടാനും പോത്തിനെ കെട്ടാനും ഞങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജലപ്രളയം വന്ന വയനാടും നിലമ്പൂരുമൊക്കെ കണ്ടെത്തുന്ന മൃതശരീരങ്ങളെ വെട്ടിക്കീറിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ ഞങ്ങളുടെ പള്ളിയുടെ ഭാഗങ്ങളും മദ്രസകളും ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വഖഫിന്റെ സ്വത്താണ്. ഇനിയും ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി, കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വഖഫ് സ്വത്തുക്കൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സ്നേഹത്തോടെ, കാരുണ്യത്തോടെ ഈ ഉമ്മത്ത് വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വഖഫ് സ്വത്ത് കയ്യേറാൻ ആരെങ്കിലും ഒരുത്തൻ തുനിഞ്ഞു വന്നാൽ കൈകെട്ടി നോക്കി നിൽക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവില്ല എന്ന് ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുവാൻ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ വഖഫിന്റെ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ RSS ലോഷാന പാടുകയാണ്. വഖഫ് ബില്ല് പാസ്സായപ്പോൾ അവർ ലഡു തിന്നുകൊണ്ട് ആഘോഷിക്കുകയാണ്. നിങ്ങൾ കഴിച്ചോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ മണിപ്പൂരിലെയും ഉത്തർപ്രദേശിലെയും ക്രൈസ്തവ സഹോദരങ്ങളുടെ ചോരയിൽ മുക്കിയ മധുരമാണ് തിന്നുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ പലതും മനസ്സിൽ കുറിച്ചു വെച്ചോളൂ. RSSനെ നിങ്ങൾ മറക്കാൻ പാടില്ല. മുസ്ലിമുകളായ ഞങ്ങളെയും നിങ്ങൾ മറക്കാൻ പാടില്ല. കാരണം നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. RSS ഈ രാജ്യത്തെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തേത് മുസ്ലിമുകളും രണ്ടാമത്തേത് ക്രൈസ്തവരായ നിങ്ങളുമാണ്. ഞങ്ങൾക്കൊരു വിഷയം വന്നപ്പോൾ നിങ്ങൾ RSSനോടൊപ്പം പോയി. ഞങ്ങൾക്കൊരു വിഷമമില്ല. RSSനോടൊപ്പം പോയ ക്രിസ്ത്യാനികളെ, നിങ്ങളെയൊന്നും വിശ്വസിച്ചിട്ടല്ല ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ തന്റേടവും മാനത്വവുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നോടൊപ്പം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു കാര്യം എന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഇനിയൊരു ദിവസം വരും RSS അവരുടെ കരാരഹസ്യങ്ങൾ നിങ്ങളുടെ നേരെ തിരിക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ വരണം. അന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ മുസ്ലിമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ക്രൈസ്തവരായ വർഗീയവാദം വെച്ചുകൊണ്ടെന്നവർ മറക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാരുണ്യത്തിന്റെ മാർഗമാണ്. പ്രിയപ്പെട്ട പ്രവാചകനോട് ഏറ്റവും നല്ല പ്രവർത്തനം എന്തെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കുടിക്കാൻ വെള്ളം കൊടുക്കലാണ് എന്ന്. നമ്മൾ ആർക്കും കുടിക്കാൻ വെള്ളം കൊടുക്കും. പക്ഷേ ബദറൊരു ചരിത്രമുണ്ട്. മുസ്ലിങ്ങൾ കുടിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ടാങ്കിൽ നിന്ന് വെള്ളം മോഷ്ടിച്ചെടുക്കാൻ വന്ന ഒരു അക്രമിയെ മഹാനായ ഹംസത്തുൽ ഖർറാർ റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഞങ്ങളുടെ കാരുണ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഞങ്ങൾ തരാം. പക്ഷേ കയ്യൂക്കുകൊണ്ട് പിടിച്ചെടുക്കാൻ വന്നാൽ വീണ്ടും ബദർ ആവർത്തിക്കുവാൻ ഈ സമുദായത്തിന് മടിയുണ്ടാവുകയില്ല എന്നാണ് ഈ വേളയിൽ പ്രഖ്യാപിക്കുവാനുള്ളത്. വിനീതൻ പ്രതിനിധാനം ചെയ്യുന്ന ഖലീൽ അഹമ്മദ് ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പ്രസ്ഥാനം മഹത്തുക്കളായ ദേവബന്ദി പണ്ഡിതന്മാരെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ വഖഫ് ഭൂമികളെ സമരസജ്ജമായി ഒരുക്കി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പണ്ഡിതന്മാരെ വാർത്തെടുത്ത, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് ജിഹാദിന്റെ ആഹ്വാനം കൊടുത്ത ആ പണ്ഡിത പോരാളികളുടെ പാരമ്പര്യം മുൻനിർത്തി നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ പള്ളികൾ തകർക്കാൻ, വീടുകൾ തകർക്കാൻ, കരിനിയമങ്ങളിൽ ഉൾപ്പെടുത്തി ജയിലിലടയ്ക്കാൻ, നമ്മുടെ വഖഫ് സ്വത്തെടുക്കാൻ, തട്ടിയെടുക്കാൻ നിയമത്തിന്റെ പദ്ധതികളുമായി സംഘപരിവാരം വന്നാൽ ഇൻഷാ അല്ലാഹ് വേണ്ടുവന്നാൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കൂടി നാം സജ്ജരാകണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഭൂവുടമ ആരാണെന്നറിയാമോ? സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ആർക്കാണെന്നറിയാമോ? വഖഫ് ബോർഡിനാണെന്നാണ് വ്യാപകമായ പ്രചാരണം. എന്നാൽ ഇതിൽ സത്യമുണ്ടോ? ഇല്ല, അത് തീർത്തും തെറ്റാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സത്യത്തിൽ കാത്തലിക് ചർച്ച് ഓഫ് ഇന്ത്യയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഭൂവുടമ. സർക്കാർ കണക്കുകൾ പ്രകാരം
9,04,000 ഏക്കർ ഭൂമി വഖഫ് ബോർഡിനുള്ളപ്പോൾ 7 കോടി ഹെക്ടർ ഏകദേശം 17.29 കോടി ഏക്കർ ഭൂമിയാണ് കാത്തലിക് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ളത്. അതായത് വഖഫ് ബോർഡിനുള്ളതിനേക്കാൾ 200 മടങ്ങോളം അധികം ഭൂമി കാത്തലിക് ചർച്ചിന് സ്വന്തമായുണ്ടെന്നർത്ഥം. രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചതാണ് ഇതിൽ ഭൂരിഭാഗം ഭൂമിയും. രേഖകൾ പ്രകാരം 20,000 കോടി രൂപയാണ് കത്തോലിക്ക സഭയുടെ കൈവശമുള്ള ഭൂമിയുടെ ഏകദേശം മൂല്യമായി കണക്കാക്കുന്നത്. ഇവയുടെ വിപണി മൂല്യം അതിലും എത്രയോ മടങ്ങ് അധികമായിരിക്കും. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്കാണ് ഇവയുടെ നിയന്ത്രണം. 9,04,000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന 8,07,000 വഖഫ് സ്വത്തുക്കളാണ് രാജ്യത്തുള്ളതെന്നാണ് സർക്കാർ കണക്കുകൾ പറയുന്നത്. ഏകദേശം $14 ബില്യൺ, അതായത് 11.95 ലക്ഷം കോടി രൂപയാണ് ഈ സ്വത്തുക്കളുടെ മൂല്യം. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വഖഫ് ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ജസ്റ്റിസ് രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള 2006 സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ ന്യൂഡൽഹിയിൽ മാത്രം വഖഫ് സ്വത്തുക്കളുടെ മൂല്യം അന്ന് $720 മില്യൺ പിന്നിട്ടതായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനുശേഷം രാജ്യത്ത് ഭൂമി വില കുതിച്ചുയർന്നുവെങ്കിലും വഖഫ് സ്വത്തുക്കളുടെ കണക്കെടുപ്പും മൂല്യവർദ്ധനവും പിന്നീട് വിലയിരുത്തിയിട്ടില്ല.